നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഇന്ന് പ്രത്യാശയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈസ്റ്റർ ആഘോഷം നടക്കുന്നു. അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കണമെന്ന് മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടത്തിയ ഈസ്റ്റർ പ്രസംഗത്തിലാണ് മാർപ്പാപ്പ യുദ്ധമല്ല സമാധാനമാണ് വേണ്ടതെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. വോട്ടർമാർക്ക് വിഷു ആഘോഷിക്കാൻ BJP സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തതായി LDF തൃശൂർ വെസ്റ്റ് പോലീസിൽ പരാതി നൽകി. ഒളരിയിലാണ് സംഭവം. ഒളരിക്ക് പിന്നാലെ വാടാനപ്പള്ളിയിലും കിറ്റ് വിവാദം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതിക്കാരാണെന്ന് മുഴുവൻ കേരളീയർക്കും അറിയാമെന്ന് രാഹുൽ ഗാന്ധി. എന്നിട്ടും എന്താണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കുറിച്ച് നരേന്ദ്രമോദി ഒന്നും മിണ്ടാത്തതെന്നും രാഹുൽ ഗാന്ധി സംശയം പ്രകടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം അജ്ഞതയും അധിക പ്രസംഗവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ BJPക്കെതിരെ തങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. VS അച്യുതാനന്ദന്റെ മൂന്നാർ ദൗത്യ സംഘത്തിലെ പ്രമുഖനായിരുന്ന K സുരേഷ് കുമാർ IAS മലമ്പുഴ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി A സുരേഷിനു വേണ്ടി പ്രചരണത്തിനിറങ്ങി. മലമ്പുഴ മുതൽ മുണ്ടൂർ ജംഗ്ഷൻ വരെ നടന്ന റോഡ് ഷോയിലും K സുരേഷ് കുമാർ പങ്കെടുത്തു. പോലീസ് കസ്റ്റഡിയിലുള്ള സംവിധായകൻ രഞ്ജിത്തുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി. കൊച്ചിയിൽ കാരവാനിലെത്തിച്ച് പോലീസ് രഞ്ജിത്തിനോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. ചൊവ്വാഴ്ചയാണ് രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. തമിഴ് വെട്രികഴകം TVK അധ്യക്ഷൻ വിജയ് ഇരുമണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സാരമായ പിശകുകൾ കണ്ടെത്തി. പ്രായം 52 പകരം 51 കേസുകളില്ല എന്നുമാണ് ആദ്യം സമർപ്പിച്ചിരുന്നത്. ലാൽഗുഡിയിലെ TVK സ്ഥാനാർത്ഥിയുടെ ബന്ധുവീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും പിടിച്ചെടുത്തതായി വാർത്തയുണ്ട്. കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ ശരണ്യയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ 4ാം ദിവസവും തുടരുന്നു. കോഴിക്കോട് സ്വദേശിയാണ് ശരണ്യ. ശരണ്യയുടെ ഫോണിന്റെ സിഗ്നൽ ഇരിട്ടി ഭാഗത്ത് കിട്ടിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതായി KC വേണുഗോപാൽ അറിയിച്ചു. ഇന്നലെ ഇറാഖ് വെടിവെച്ചിട്ട അമേരിക്കൻ യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന സൈനികനെ കണ്ടെത്തിയെന്നും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പറഞ്ഞു. പൈലറ്റ് വനിതയാണോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ അമേരിക്ക യുദ്ധം ശക്തമാകുമെന്ന് റിപ്പോർട്ട്. മാരക പ്രഹരശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ അമേരിക്ക പ്രയോഗിക്കുമെന്നാണ് സൂചന. ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നും ആ രാജ്യത്തെ ശിലായുഗത്തിലേക്ക് അയക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് നടപടികൾക്ക് ശക്തി കൂടിയത്. ഇതോടെ അറിയേണ്ട വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.